ഞാൻ ഇപ്രാവശ്യം ന്യൂ ഇയറിന് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയത് നെല്ലിയാമ്പതിക്കാണ്. മൂന്നാറും വാഗമണൊക്കെ പോകണമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ വലിയൊരു ടേൺ ഓഫ് ആയിരുന്നു അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക്. നെല്ലിയാമ്പതി കമ്പാരിറ്റീവ്ലി ആൾക്കാർ കുറവ് വരുന്ന ഒരു സ്ഥലമാണ്. ഇത് പാലക്കാട് ജില്ലയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ഹൈ റേഞ്ച് സ്പോട്ടാണ് കേട്ടോ. നമ്മുടെ എറണാകുളത്ത് നിന്ന് ഒരു 4-4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഇവിടേക്ക് എത്താം. ഞങ്ങളപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്റ്റേ ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ഫാം ഹൗസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് ഹിൽ വാലി എന്ന് പറഞ്ഞൊരു ഫാം സ്റ്റേയിലാണ് കേട്ടോ. അത് ശരിക്കും ഒരു ലക്ഷൂറിയസ് ഫീലിനേക്കാളും കൂടുതൽ ഭയങ്കര ഒരു ഹോംലി ഫീൽ, ഭയങ്കര ഒരു ഗ്രൗണ്ട്, ക്ലോസ് ടു നേച്ചർ, അങ്ങനെ ഒരു ഫീൽ തരുന്ന ഒരു ഹോം സ്റ്റേ ആയിരുന്നു. ഇതൊരു ജംഗിൾ റിസോർട്ട് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഒരു തിക് ഫോറസ്റ്റും 100 ഏക്കർ കോഫി പ്ലാന്റേഷൻ ഒക്കെ ഇടയിലായിട്ടാണ് ഈ ഒരു ഹോം സ്റ്റേ വരുന്നത്. നമ്മുടെ വണ്ടി ഇവിടേക്ക് ചെല്ലില്ല. അപ്പൊ നെല്ലിയാമ്പതിയിൽ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് അവർക്ക്. അവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ജീപ്പിലാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങോട്ടേക്കുള്ള ഒരു വഴി അടിപൊളിയാണ് കേട്ടോ. ശരിക്കും കാടിനുള്ളിൽ കൂടെ ആദ്യം കയറിയിട്ട് പിന്നീട് കോഫി പ്ലാന്റേഷനുള്ളിൽ കൂടെ ഉള്ള ഒരു വഴി കൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ വൈൽഡ് ആനിമൽസ് ഉള്ളതുകൊണ്ട് തന്നെ റിസോർട്ടിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ പുറത്ത് തന്നെ ഇങ്ങനെ ഹാമക്കിലിരുന്നു കുറേ നേരം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ ബെഞ്ചസ് ഉണ്ട്, അവിടെ പോയിരുന്നു. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ, നമുക്ക് റൂമിൽ കയറിയിരിക്കാൻ തോന്നില്ല. ആകെ കിടക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ റൂമിൽ പോയത്. അല്ലാത്ത ഫുൾ ടൈം ഞങ്ങൾ പുറത്തിരുന്ന് നേച്ചർ ശരിക്കും എൻജോയ് ചെയ്തു. റിസോർട്ടിന്റെ ചുറ്റുമുള്ള മരങ്ങളിൽ കുരങ്ങന്മാരെ കാണാം, മരയണ്ണാനെ കാണാം, അങ്ങനെ പലതരം ബേർഡ്സിന്റെ ഒച്ചകൾ കേൾക്കാം. അങ്ങനെ നമുക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ. ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഫുഡ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് അവർ പറയുന്നത്. ബിക്കോസ് നമുക്ക് പുറത്തേക്ക് പിന്നെ പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട്, നമ്മുടെ വണ്ടി ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് നൈറ്റിലെ ഡിന്നറും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഇതിനകത്ത് ഇൻക്ലൂസീവ് ആണ്. ആൻഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. രാത്രിത്തെ ഫുഡാണെങ്കിലും മോർണിംഗിലെ ഫുഡാണെങ്കിലും ഇറ്റ് വാസ് റിയലി ഗുഡ്. രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം അവർ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. അവിടെ പാട്ടും ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ന്യൂ ഇയർ ആയിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ. സോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒരു ഗെറ്റ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നെല്ലിയാമ്പതി ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് ഓപ്ഷൻ ഫോർ യു. ആൻഡ് ദിസ് റിസോർട്ട് ഇസ് ഹിൽ വാലി ഫാം ഹൗസ്. അപ്പോൾ ഇത് സേവ് ചെയ്ത് വെച്ചോ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്തോ കേട്ടോ. അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ.